നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എഗ് ബിരിയാണിയാണോ? വാവ്. അയ്യോ, ഇതൊക്കെ എന്താന്നൊന്ന് പറഞ്ഞുതരോ ചേട്ടാ? പറഞ്ഞുതരോ? ഗൈസിന് പറഞ്ഞു കൊടുക്ക. ഗൈസിന് ഇതൊന്നും അറിയില്ല. മുട്ട വാട്ടിയതാ. ഓക്കെ. മുട്ട വാട്ടാൻ എന്തൊക്കെ ഇട്ടു? ഒരു മുട്ട പൊട്ടിപ്പോയോ? ഓ, ഈ മുട്ട ചവിട്ടിട്ട് പൊട്ടിപ്പോയാ? അത് ശരി. ചെറിയ മുട്ട ചവിട്ടിയല്ലേ? അതിനാ മുട്ട വലിയ ഏതാണ് ഇതപ്പൻ? ഓ, ബിഗ് ഇതമ്മോൻ സ്മോൾ ഡോണു അല്ലേ? അമ്പടാ പപ്പ. ചേട്ടനല്ലാന്നാ? ആ, ചേട്ടനല്ലാന്ന് പറയണേ. ദേ അമ്മ ബിരിയാണിക്കുള്ള റൈസ് ഇട്ടു. ഇന്നെന്തമ്മ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചേ? ഇന്നിപ്പോ എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ അനീഷ് എന്നും ഉച്ചക്ക് ചോറ് വെച്ചാലും കഴിക്കില്ല. അതെ, ഇന്നിപ്പോ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ബിരിയാണി, എഗ് ബിരിയാണി ഞാനും ഇതേപോലെ കൂടി ഉണ്ടാക്കണം അല്ലേ? പറഞ്ഞ ആരൊക്കെ കൂടി ബിരിയാണി ഉണ്ടാക്കണേന്ന് പറഞ്ഞേ? ആരൊക്കെ കൂടിയ ബിരിയാണി ഉണ്ടാക്കണേ പൊന്നോ? പറയേ. ഇന്ന് ആരുടെ സ്പെഷ്യൽ ബിരിയാണിയാ? ഞങ്ങളുടെ. ഓക്കെ, എല്ലാവരോടും ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറ. ആ, ട്രൈ ചെയ്തിട്ട് കമന്റ് പറയണം എന്ന് പറ. അല്ലെങ്കിൽ കിട്ടൂട്ടാ. ആ, കമന്റ് പറഞ്ഞില്ലെങ്കിൽ കിട്ടും. ആ, ഇവിടുത്തെ കിച്ചണിൽ കയറുന്ന 2 വ്യക്തികളുള്ളൂ, ഞാനും എന്റെ എഴുതപ്പനും. അതെനിക്കിട്ട് താങ്ങിയതാണല്ല. അമ്മ ഇടക്കിട്ട് എനിക്ക് താങ്ങാൻ കേട്ടാ. രണ്ട് ഞാനുണ്ടാ. ഡോണു ഇങ്ങനെ എന്റെ ഒക്കത്ത് ഇങ്ങനെ ഇരുന്ന് പാട്ടും പാടിയിരിക്കാണ്. ഇതിനാവശ്യമായ മസാല എല്ലാനും അല്ലാണ്ട് ആരും ഉണ്ടാക്കാനില്ല. ഓ, അല്ലാണ്ട് ആരും ഉണ്ടാക്കാനില്ലാന്ന്. അപ്പൂപ്പന്റെ ഓരോ വർത്താനങ്ങള്. ഒഴിച്ചോട്ടെ? പൊട്ടൂല. ഒഴിക്കട്ടെ? മതിയാകുമ്പോ പറയണേ. മതിയാ? ഇതെന്തോ ഓയിലാ? സൺഫ്ലവർ ഓയിലാ? അവരോട് പറയും സൺഫ്ലവർ ഓയിലാണ്. ഓക്കെ, ഗൈസിന് മനസ്സിലായോന്ന് ചോദിക്കേ. മനസ്സിലായില്ലെങ്കിൽ പറയണമെന്ന് പറ. ഇല്ലേ? മനസ്സിലാക്കി കൊടുക്ക്. നീ വേണം മനസ്സിലാക്കി കൊടുക്കാൻ. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോ എന്തിടണം? ഇതിന്റെ പേര് പറയും. സബോള. ഇളക്കിക്കോട്ടാ. പതുക്കെ ഇളക്കേ, താഴെ പോലെ ഇളക്ക്. ശരിക്കും അങ്ങോട്ട് ഇളക്ക്. കൈ അതുമ്പോ തൊടരുത് കേട്ടാ. പാനുമ്പോ കൈ തൊടരുത്. സ്പൂൺ മാത്രം പിടിക്കാവേ. വേവട്ടേന്നല്ലേ? ഇവിടെ ദേ പപ്പയും മോനും ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക. ചാച്ചാ, ഇന്നെന്താ സ്പെഷ്യൽ എന്നറിയോ? ഏതമ്മോന്റെ എഗ് ബിരിയാണി. ഓക്കെ, ബൈ. വീഡിയോ എടുക്കണോ? എന്നാ വീഡിയോ എടുക്കാം. വല്ലതും പറ ഗൈസിനോട്. പോയിന് വിശേഷങ്ങൾ പറഞ്ഞാലേ ഗൈസിന് ഇത് കണ്ടിരിക്കാൻ തോന്നുള്ളൂ. ക്യാരറ്റും കുക്കുമ്പറോ? എവിടെ? ക്യാരറ്റ് ഇടാൻ പോണുള്ളൂ. ഇതൊന്ന് വാടി കഴിയും. അമ്മ ഒന്ന് ഇളക്കിട്ട് ഇപ്പൊ തരാവേ. ഇപ്പൊ തരാം. ക്യാരറ്റ് എടുത്തേ. സമയായോ? എന്നാ അവരോട് ഗൈസിനോട് പറയ്. ക്യാരറ്റ് ഇടാൻ പോന്ന് പറയ്. പറയ്.
മൂഡ് പോയി മോടി പോയി. പെട്ടെന്നാണ് ഇവിടെ മൂഡ് ചേഞ്ച് വരുന്നത്, മൂഡ് സ്വിങ്സ്. മാസ്റ്റർ ഷെഫ് എയ്തൻ മോൻ പോയോ? മോനെന്നോട് തല്ല് പിടിച്ചിട്ട് പോയേക്കാം. കുറച്ചേരം കഴിയുമ്പോ ആ തല്ലിന്റെ ബഹളം കഴിഞ്ഞ് കഴിയുമ്പോ എന്തിനാ തല്ലുടിച്ചേ? സ്പൂൺ കൊടുക്കാഞ്ഞിട്ടാണോ? അളക്കാനുണ്ട്. അവനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ കൈ വേദനിക്കണ്ടല്ലോ എന്ന് എഴുതിട്ട് ഞാൻ വാങ്ങിച്ചതാ. അപ്പൊ വരും. ഞാൻ ഹെൽപ്പ് ചെയ്യണമ്മേ? വേണ്ട 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 ഞാൻ ഹെൽപ്പ് ചെയ്യാമേ? വേണ്ട വേണ്ട. അല്ലെങ്കിൽ എല്ലാരും പറയോ അവളെ അമ്മേനെ കൊണ്ട് വെച്ചുണ്ടാക്കി തിന്ന് അവിടെ ഇങ്ങനെ ഇരിക്കാന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൾ ഉണ്ടാക്കും. ഞാൻ പിന്നെ അവരെ എനിക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ പണികളൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതെ, ആവശ്യമുണ്ടെങ്കിൽ എല്ലാരും ഉണ്ടാക്കും. അതെ, സാഹചര്യം പോലെ. അതെ, അമ്മമാരുള്ളപ്പോ അതനുസരിച്ച് നിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവര് തന്നെ ഒപ്പം ചെയ്യും. അതെ. എന്നാലും ഇത് ഉണ്ടാക്കാൻ കൂടെ വരണ്ടെന്ന് എന്തുകൊണ്ടാ പറഞ്ഞേ? അത് ഇതിപ്പോ ഏതായാലും ഇനി കൊളാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു. തോന്നി അതങ്ങനെ വരുള്ളൂ. നിങ്ങൾക്ക് ഉണ്ടോ ഗൈസ് ഇങ്ങനെ ഒരു സ്വഭാവം? ഇപ്പൊ ഞാനായാലും അമ്മയായാലും ഉണ്ടല്ലോ, കിച്ചണിൽ നിൽക്കുമ്പോ ഈ ഒരു കൈ എപ്പോഴും ഈ ഒക്കത്തുണ്ടാവും. അതെന്താന്ന് അറിയില്ല, വലിയ കട്ടപ്പണിയൊന്നും എടുക്കണുണ്ടാവില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഈ ഒരു കൈ ഇങ്ങനെ എള്ളിയിൽ വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു ആ ഒരു നെയ്ക്ക് കിട്ടില്ല. എന്താണോ അങ്ങനെ? എന്താ അങ്ങനെ? ആരോടാ? അതങ്ങനെ വെച്ചാലേ ഒരു സുഖം കിട്ടുള്ളൂ. പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് കാര്യം ഞാൻ വെക്കും. പക്ഷെ വേറൊരാള് വെച്ചെന്റെ അടുത്ത് അടുപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് ഇഷ്ടമാണ്. അതെ, ഇങ്ങനെ നിക്കുമ്പോ ഇറിറ്റേഷൻ ആവും. മൊഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീ അങ്ങോട്ട് കൂട്ടിയിടണം. അപ്പൊ ചിലപ്പോ കരിഞ്ഞു കിട്ടും. എന്നാലും പെട്ടെന്ന് തന്നെ ആവുമല്ലോ. ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം മൊരിയൊന്ന് ചുമ്മാ പറയണതാ. ഇത് ഉപ്പൊക്കെ ഇട്ടതാണ്. അപ്പൊ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും മൊരിയണില്ല എന്നാണ് അമ്മ പറയുന്നത്. ഞാനാണെങ്കിൽ ഫുള്ളിൽ ഇട്ടിട്ടുണ്ട്. സൈഡിൽ എവിടേക്കോ കരിഞ്ഞ മണം വരുന്നുണ്ട്. ഇത്ര എണ്ണ വേണ്ടായിരുന്നു, മുകളിലിടാനല്ലേ, ഗാർണിഷ് ചെയ്യാനുള്ളതല്ലേ. മസാല കുറച്ചെടുത്ത് വെച്ചാൽ മതി. ഇതിങ്ങനെയല്ല, ഞാൻ ചെയ്താനായിരുന്നു. ഒന്നും അറിയില്ല, എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. മസാല ഉണ്ടാക്കണ്ടേ? മസാലയും കൂടി ഉണ്ടാക്കണം. അപ്പൊ ഇത് അത്രയും മതി. ഇതാണ് ഗാർണിഷ് ചെയ്യാനുള്ളത്. ഗാർണിഷ് ചെയ്യാനുള്ളത് നോക്കും ഗൈസ്, ഒരു രസമില്ല, അത് കാണാൻ തന്നെ ഒരു ഭംഗിയില്ല. അത്രയും ഭംഗി മതി. ഇങ്ങനെയല്ല ഉണ്ടാക്കൂല, എന്നിട്ട് ഇരുന്ന് കുറ്റം പറയാം. കുറച്ചു നേരത്തെ മുമ്പ് എന്താ പറഞ്ഞേ? എങ്ങനെ മാറാൻ തോന്നണ്? ഞാൻ നിനക്കൊരു ആരൊന്ന് കുറ്റം ഇപ്പൊ കള്ളം പറഞ്ഞില്ലേ? ഇപ്പൊ പറഞ്ഞത് കള്ള. ഒന്നും ഉണ്ടാക്കില്ല. ആകെ എന്തിട്ടുണ്ടാക്കാന്നറിയോ? സാമ്പാർ, ചിക്കൻ, അവിയല്. ഒരു മനുഷ്യന് തിന്ന് ജീവിക്കാനായിട്ട് ഇതൊക്കെ മതി. ഇതൊക്കെ അറിഞ്ഞാൽ മതി. മുട്ടക്കറി, വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ദോശ, ഇഡ്ഡലി, പക്കയായി. അതന്നെ പറയുമ്പോ പറയണമല്ലോ. അതെ, അല്ലേലും നമ്മള് ചെയ്യുന്നൊന്നും കാണാൻ ആരില്ലല്ലോ. ഓ ദൈവം ഇവിടെ അടുക്കളയില്ല അമ്മേ, ഇവിടെ കൂടെ നിനക്ക് അവിടുന്ന് നീ ഇവിടെ ബിരിയാണി വെക്കാൻ നിനക്ക് സ്പെഷ്യൽ ബിരിയാണി. ഓ ബിരിയാണി ഇവിടെ. കാരണം നീ കൊറേ ദിവസം അതിലൊന്നും ഭക്ഷണം കഴിച്ചിട്ട്. നീ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാണ്ടാ? ഇന്ന് ഉച്ചക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കും. അതെ ഇതിന് വെച്ചേക്കാൻ കേട്ടാ. പൊന്നുണ്ടാക്കി അമ്മയോട് മാറ്റി. പൊന്നു അമ്മ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി അല്ലാണ്ട് അവരോട് ചോദിക്കോ? എന്നിട്ടുണ്ടാക്കി മസാല ഒരു വെറൈറ്റി സാധനമാണ്. മസാല പറഞ്ഞു ഞാൻ മസാല പിടിച്ചിട്ടുണ്ടാക്കും. വേണ്ട, മസില് പിടിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതില് ടേസ്റ്റ് വരില്ല. ഇന്നസെന്റ് പറഞ്ഞ മസാല പിടിച്ചിട്ട് ഇളക്കണേ സാപ്പിട്ടുണ്ട്. എനിക്ക് തോന്നി മുട്ട പറക്കി തിന്നാണ്. എടാ എന്തോ ആയാച്ചാ പോയേ. മുട്ട കണ്ടാ എനിക്ക് അത്ര ഒരു ഭ്രമം വരും. ഒന്ന് പോയേ. മുട്ട കണ്ടു കഴിഞ്ഞാ പിന്നെ പറക്കി തിന്നും. പിള്ളേർക്ക് വെച്ചേർന്നതാ. വേണ്ട, ഇനി കഴിഞ്ഞിട്ട് വരാൻ വേണ്ട. അമ്മേ പാപ്പയ്ക്ക് മുട്ട തന്നില്ല. ഇതായി കഴിയുമ്പോ വിളിക്കാം. അങ്ങോട്ട് പോയേച്ചാ. ടിഷ്യൂ പഠിച്ച് മറ്റേ സാരി എടുക്കണോടെ. ഇതൊന്നും നീ കാണാല്ലേ? ഇങ്ങനെയാണോ മക്കളെ ഉദ്ദേശിക്കുന്നത്? മക്കള് നല്ലത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പയുടെ സ്വഭാവം. മുട്ട ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
യെസ് ഗായ്സ്, അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാവ്, നമുക്ക് അങ്ങോട്ട് അത് വേണോ അമ്മ? അപ്പൊ എല്ലായിടത്തും ആവും. താഴെങ്ങാൻ പോട്ടോ? ഇല്ല എക്സ്പീരിയൻസ്. മോളില് വീണ്ടും മോളിലേക്ക് വന്ന അമ്പടി കേമി. ഞാൻ ചെയ്യട്ടെ? നീ ചെയ്തോ, താഴെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ ആവും. ഇതാണെങ്ങളില്ലല്ലോ. മോളില് വെച്ചത് അടിയിലെത്തിയിട്ട് വീണ്ടും മുകളിലേക്ക് വരണം കേട്ടോ. ഇതാണെങ്ങളില്ല ഇപ്പൊ ഞാനിപ്പോ ചെയ്തതല്ലേ. പിന്നെ എന്നിട്ട് താഴെ വീണാലോ എന്ന് വിചാരിച്ചിട്ടാ. പതുക്കെ പതുക്കെ അങ്ങനെ എങ്ങനെയാണ് പഠിക്കണവരെന്നാ. അല്ലാണ്ട് ഇതൊന്നും സ്കൂളിൽ പോയി പഠിക്കണതല്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ യൂസ് ഇങ്ങനെ ചെയ്ത് 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 വേണ്ട. നല്ലൊരു സാധന അത് നശിപ്പിച്ച് കളയണ്ടല്ലോ. അതാണ് ഞാൻ അക്ഷയ ഉണ്ടാക്കിയ എഗ് ബിരിയാണി. ഞാൻ മാത്രം ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വന്ന് സഹായിച്ചു. എന്റെ എയ്തമ്മോനും അമ്മയും കൂടി അങ്ങ് ഉണ്ടാക്കി. എന്റെ മോനോടി എയ്താൻ ബിരിയാണി റെഡി. ഉപ്പ് നോക്കണവരോടെ? ഉപ്പ് നോക്കണാള് നോക്കിയ അമ്മ ഉണ്ടാക്കിയത് പൊന്നോന്റെ മാം. ഉപ്പുണ്ടോ നോക്കിയ എന്റെ പൊന്നു ഉപ്പുണ്ടോ നോക്കി. എന്റെ പൊന്നെ ഡോണാണ് ഞങ്ങളിവിടെ എന്ത് വെച്ചാൽ തണുത്തു. ഉപ്പുണ്ടോ നോക്കും. എങ്ങനെയുണ്ട്? ഇഷ്ടായി. സൂപ്പറാണെങ്കി പറയാ അവരോട്. സൂപ്പറാണോ? ഇനി എന്റെ എയ്തമോന് കൊടുത്തു. എയ്തമോൻ ടേസ്റ്റ് നോക്കണല്ലേ? ഓക്കെ, എന്നാ ഡോണു ആണ് ഞങ്ങളുടെ ടേസ്റ്റർ എപ്പോഴും. ഡോണുവിന് ഇഷ്ടായി. സൂപ്പറാന്ന് പറഞ്ഞ ഗൈസിനോട്. ഗൈസ് സൂപ്പറാന്ന് പറയോ? സൂപ്പറാന്ന് പറയും. ഓക്കെ ഗൈസ്, ഇത് ഞങ്ങൾ കഴിക്കട്ടെ. ചാച്ചാ, ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു പിടി കഴിച്ചിട്ട് പോയിക്കോ. വേണ്ട. സദ്യ നാളെ ആയാലും കിട്ടും, വൈകുന്നേരം ഉണ്ടാവില്ല. പക്ഷെ ഈ ബിരിയാണി പിന്നെ കിട്ടൂല കേട്ടാ. നീ ഉണ്ടാക്കിയാൽ എനിക്ക് വേണ്ട. നിന്റെ അടിമയ്ക്ക് കൊടുക്ക ഐശ്വര്യ. വേണ്ടേ? വേണ്ട. ചാച്ച വേണ്ട. നീ എന്റെ കൈ തൊട്ട ബിരിയാണി എനിക്ക് പറ്റില്ല. സോറി. അങ്ങനെയാണല്ലോ അല്ലേ? ഇനി വീട്ടിൽ നിന്ന് നിനക്ക് പച്ചവെള്ളം കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട കേട്ടോ. ഇതുമ്മ തൊട്ടുമുത്താനാ. പിന്നെ അത് കഴിച്ചിട്ട് പോ. ക്യാമറയും മിററും കണ്ടു കഴിഞ്ഞാ പിന്നെ ബോഡി ഷോ ആണ്. വാ കഴിക്കാം. വേണ്ട വേണ്ട, അത് ഫുഡ് കഴിക്കുക. എടുക്കട്ടെ. ഓക്കെ ഗൈസ്, കം ഓൺ. യെസ് ചാച്ച, എന്നാ മോനെ? ബിരിയാണി യാതൊരു മണം ഇതിനകത്ത്. അതെ, എസെൻസ് ഒന്നും ഇടാത്ത നാച്ചുറൽ ബിരിയാണിയാണത്. ബിരിയാണിക്ക് എസെൻസ് ഇടണമെന്നില്ല. ബിരിയാണിക്ക് അല്ലെങ്കിൽ ചേരുവകൾ ചേർത്താൽ അതെ, എന്തെങ്കിലും ഇയാളുടെ വായന നല്ലത് കഴിച്ചിട്ട് നല്ലതാണ് പറയും. മണല്ലല്ലോ കഴിക്കണേ. സൈഡ് ഡിഷ് ആയിട്ട് പോർക്ക് ഉണ്ട്. സാലഡിന് തൈര് ഇല്ലാണ്ടായി പോയി. പിന്നെ പിന്നെ പോർക്കണി പിന്നെ നീ എന്തുണ്ടാക്കി ഞാൻ കഴിക്കും. കഴിക്കേ, സ്വപ്നം കണ്ടിരിക്കാണ്ട്. കഴിക്കാച്ചാ അത് ഞാൻ ഇട്ട് തന്നതാണ്. നന്നായി കളോ, അതാണ് തുടക്കം മുഴുവനും കൈവച്ചേക്കണത് എയ്തമോനാ. അതന്നെ. ബിരിയാണി സൂപ്പർ. ആ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പറ മൈൻഡ് അപ്പ് ചെയ്യാച്ചാ.
ഓക്കെ ബൈ.